വാഹനം ഓടിക്കുന്നവരെല്ലാവരും നിർബന്ധമായി ഇൻഷുറൻസ് എടുത്തിരിക്കണം അല്ലേ? നമ്മളും ഇൻഷുറൻസ് എടുക്കാറുണ്ട്. പക്ഷെ പലപ്പോഴും ഇൻഷുറൻസ് പ്രീമിയം ഏറ്റവും കുറഞ്ഞത് എവിടെ നിന്നാണോ കിട്ടുന്നത് അതിന് പിന്നാലെയാണ് നമ്മൾ പായാറുള്ളത്. വെറും 100-200 രൂപ ലാഭിക്കുമ്പോൾ സത്യത്തിൽ നമുക്ക് ലക്ഷക്കണക്കിന് മൂല്യമുള്ള പല ആനുകൂല്യങ്ങളും ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെട്ടു പോവുകയാണ്. തീർച്ചയായും അതിനെക്കുറിച്ച് അറിഞ്ഞു തന്നെയായിരിക്കണം നമ്മൾ ഇൻഷുറൻസ് എടുക്കേണ്ടത്. അതെന്തൊക്കെയാണ് എന്ന് ഒന്ന് നോക്കിയാലോ? നമുക്കറിയാവുന്ന 2 ടൈപ്പ് ഇൻഷുറൻസ് ആണ് നമ്മളെപ്പോഴും മനസ്സിലാക്കുന്നത്. ഒന്ന് കോംപ്രിഹെൻസീവ് ഇൻഷുറൻസും പിന്നെ ഒന്ന് തേർഡ് പാർട്ടി ഇൻഷുറൻസും. ഇത് നമ്മൾ ഡിഫറൻസ് തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ മൂന്നാമതൊരാൾക്ക് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രം കവർ ചെയ്യുന്നൊരു ഇൻഷുറൻസാണ് തേർഡ് പാർട്ടി ഇൻഷുറൻസ് എന്ന് പറയും. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ് ആണ്. കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമ്മളെ ഓൺ ഡാമേജും കവർ ചെയ്യുന്നതിനാണ് കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇതായിരുന്നു നമ്മൾ പണ്ട് ഫോളോ ചെയ്തുകൊണ്ടിരുന്ന സാധനം. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം നമുക്ക് ഇൻഷുറൻസിൽ ഒരുപാട് ആഡ് ഓൺ പോളിസീസ് വന്നിട്ടുണ്ട്. ഇത് പലർക്കും അറിയില്ല. ഈ ഇൻഡസ്ട്രിയിൽ പലർക്കും അതിനെക്കുറിച്ച് അറിയില്ല. പലപ്പോഴും ആൾക്കാർ ആ ഇൻഷുറൻസിൻ്റെ വാല്യൂ നോക്കി മാത്രം പോയി ഇൻഷുറൻസ് എടുക്കും. ഇപ്പോൾ നമുക്ക് ഫ്ലഡ്, അതൊക്കെയാണ് നമ്മൾ 2018 ഫ്ലഡ് വന്നപ്പം പലർക്കും ഇൻഷുറൻസ് കിട്ടിയില്ല. കാരണം കേരളത്തിൽ ഫ്ലഡ് വരില്ല എന്നുള്ള ധാരണയായിരുന്നു ഇൻഷുറൻസ് കമ്പനിക്കും നമ്മളുള്ള മലയാളികൾക്കും. പക്ഷേ കേരളത്തിൽ ഫ്ലഡ് ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്തു. ഈ വെഹിക്കിളിന് ഒന്നും തന്നെ ഫ്ലഡ് നമ്മൾ അത് റിമൂവ് ചെയ്യാം, ഓപ്ഷണലാണ്. ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ഓപ്ഷണലാണ്. ഇത് ഫ്ലഡ് ഇല്ലാതെയാണ് നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നത്. കാര്യം എന്താ? പ്രീമിയം കുറവെന്നുള്ള ധാരണയിൽ എന്ത് സംഭവിച്ചു? വെഹിക്കിള് നമ്മൾ വെള്ളം കയറി, ഫ്ലഡ് അഫക്റ്റ് ചെയ്തു, ഇൻഷുറൻസ് കവേർഡ് അല്ല. അതാണ് അന്ന് മുതലാണ് മലയാളികൾക്ക് 2018 തൊട്ടാണ് ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ അവയർനെസ് തുടങ്ങിയത്. ഇൻഷുറൻസ് റിജക്റ്റ് ചെയ്യാനുള്ള കാരണം അന്വേഷിച്ചപ്പോഴാണ് അവയർനെസ് തുടങ്ങി. അതിൽ നോർമൽ കോംപ്രിഹെൻസീവ് ഇൻഷുറൻസിൽ എക്സ് ഷോറൂം പ്രൈസ് -5% ആണ് അവർ കവർ ചെയ്യുക. ഇൻഷുറൻസിൻ്റെ അതായത് ഇൻഷുർഡ് ഡിക്ലെയർഡ് വാല്യൂ എന്ന് പറയും, IDV എന്ന് പറയും. ഇൻഷുർഡ് ഡിക്ലെയർഡ് വാല്യൂ എന്ന് പറയുന്നതാണ് എക്സ് ഷോറൂം പ്രൈസ് -5% ആണ് നമ്മൾ നോർമൽ കോംപ്രിഹെൻസീവ് ഇൻഷുറൻസിൽ വരും. അതായത് നമ്മളൊരു വെഹിക്കിൾ എടുത്തു, ആ വെഹിക്കിൾ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ എക്സ് ഷോറൂം പ്രൈസിൽ നിന്ന് 5% കുറയും. 10 ലക്ഷം വണ്ടിയാണെങ്കിൽ 5% 50,000 രൂപ കുറഞ്ഞിട്ടേ നമുക്ക് വണ്ടി ഫസ്റ്റ് ഡേ അടുത്തുള്ള ആക്സിഡൻറ്റ് പറ്റിയാലും കിട്ടത്തുള്ളൂ. അവിടെയാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഒരു സീറോ ഡിപ്പ്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ചില ആൾക്കാർ പറയുന്ന പോലെ ബമ്പർ ടു ബമ്പർ എന്ന് പറയുന്നത്. അതിനുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് എക്സ് ഷോറൂം പ്രൈസ് വരെ നമുക്ക് കിട്ടാം. ഡിപ്രിസിയേഷൻ, നമ്മളിപ്പോൾ ഒരു വെഹിക്കിൾ നമ്മൾ കോംപ്രിഹെൻസീവ് ഉണ്ടെങ്കിലും ഒരു വെഹിക്കിൾ 6 മാസം കഴിഞ്ഞ് നമുക്കൊരു ആക്സിഡൻറ്റ് പറ്റുവാണെങ്കിലും അതിന് ഡിപ്രിസിയേഷൻ, അത് തേയ്മാനം എന്ന് നമ്മൾ പറയുന്നു, മലയാളത്തിൽ പറയുന്ന ഒരു തേയ്മാനം. നമ്മളൊരു പാർട്സ് എടുത്താലും അതിന് 5% കുറയും. അത് 1 വർഷം കഴിഞ്ഞാൽ 10% കുറയും. അപ്പോൾ നമ്മൾ ഈ സീറോ ഡിപ്പ് എടുത്തു കഴിഞ്ഞാൽ അത് കുറേ ഉണ്ടാവില്ല. നമുക്കത് നമ്മൾ എക്സ് ഷോറൂം പ്രൈസും കിട്ടും, ഈ ഡിപ്രിസിയേഷനും ഇല്ലാണ്ടിരിക്കും.